സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നത് എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ ബാക്ക് ഭാഗത്തു നിന്നാണ് ആദ്യം അളന്നെടുക്കുന്നത്. ഇങ്ങനെ അതിൻ്റെ ബാക്കി ഫ്രണ്ട് ഭാഗത്തു നിന്നും ആ കൈക്കുഴി വരെ നമ്മൾ അളന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഇപ്പുറത്തെ വശത്തും നമ്മൾ അളന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 36 ഇഞ്ച് വണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കം വരുന്നത് ഒരു 13.5 ഇഞ്ചാണ്. നമുക്കിതിൻ്റെ ഇറക്കം വരുന്നത് 13.5 ഇഞ്ചാണ്. 1 ഇഞ്ച് കൂടെ കൂട്ടി 14.5 ഇഞ്ച് നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ നമ്മളൊരു 5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കൈക്കുഴി നമ്മളൊരു 5.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 4/1 9 ഇഞ്ച് കൊടുത്തു. വണ്ണത്തിൻ്റെ 4/1. വേസ്റ്റ് വണ്ണം വരുന്ന 28 ഇഞ്ചാണ്. അതിൻ്റെ 4/1 7 ഇഞ്ചും 1/4 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു. അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് കണക്കാക്കി നമ്മളൊന്ന് ഷേപ്പിന് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് എഴുത്ത് ഇറക്കം വരുന്ന ഒരു 5.5 ഇഞ്ചാണ്. കഴുത്തകലം നമ്മൾ 2 ഇഞ്ചും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം. നമ്മളവിടെ ഒരു 1.5 ഇഞ്ച് വീതം നമ്മൾ കട്ടിങ്ങിനായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ 2.5 ഇഞ്ചും ടക്കിടാനായിട്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കൈക്കുഴിയെല്ലാം നമുക്ക് അതേപോലെ തന്നെ വരച്ചെടുക്കാം. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വരുന്ന 6 ഇഞ്ചാണ്. അവിടെ ഒരു 4 ഇഞ്ചും അവിടെ ഒരു 3 ഇഞ്ചും അവിടെ ഒരു 4 ഇഞ്ചും കൊടുത്ത് നമുക്ക് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൂന്നേ 3/4 ഇഞ്ചാണ് ഞാൻ ടക്കിടാനായിട്ട് അകലം എടുത്തേക്കുന്നത്. 1.25 ഇഞ്ച് വീതം ഞാൻ ടക്കിടാനായിട്ട് വരച്ചും കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോ ഇഞ്ചും കണക്കാക്കി നമുക്ക് കട്ട് ചെയ്ത് കാലിഞ്ച് കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ തുണി 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ കൈയിറക്കം വരുന്നത് ഒരു 8 ഇഞ്ചാണ്. 8 നമ്മൾ അവിടെ നിന്ന് ഒരു 8.25 ഇഞ്ച് മുകളിലോട്ട് നമ്മളത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു 3 ഇഞ്ചും ഷേപ്പിന് വേണ്ടി നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്.